നമസ്കാരം, ഏവർക്കും മെഡിക്കൽ ഗൈഡിലേക്ക് സ്വാഗതം. കീം 2025 MBBS BDS കോഴ്സിലേക്കുള്ള പ്രവേശനം 2025 മൂന്നാം ഘട്ട താത്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെയും 2025 MBBS BDS കോഴ്സുകളിലെ സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള മൂന്നാം ഘട്ട താത്കാലിക അലോട്ട്മെൻറ്റ് പ്രവേശനാപേക്ഷയുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് താത്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കാണാവുന്നതാണ്. താത്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് സാധുവായ പരാതികൾ ഉണ്ടെങ്കിൽ പ്രവേശനാപേക്ഷയുടെ ഇമെയിലിൽ മുഖാന്തരം 31/10/2025 വൈകുന്നേരം 6 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. സാധുവായ പരാതികൾ പരിഗണിച്ച ശേഷം അന്തിമ അലോട്ട്മെൻറ്റ് MCC നിർദ്ദേശപ്രകാരം 3/11/2025 പ്രസിദ്ധീകരിക്കുന്നതാണ്. അന്തിമ അലോട്ട്മെൻറ്റ് അടിസ്ഥാനത്തിൽ 8/11/2025 വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടെ നോട്ടിഫിക്കേഷനുണ്ട്. താത്കാലിക അലോട്ട്മെൻറ്റ് സൂചനമായതിനാൽ 1/11/2025 ശേഷം MCC പ്രസിദ്ധീകരിക്കുന്ന അയോഗ്യരായ വിദ്യാർത്ഥികളുടെ പട്ടിക, പുതുതായി ചേർക്കപ്പെടുന്ന മെഡിക്കൽ സീറ്റുകൾ, ലഭിക്കുന്ന സാധുവായ പരാതികൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ഫലത്തിൽ മാറ്റങ്ങൾ വരാവുന്നതാണ്. താത്കാലിക അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച സീറ്റിന്മേൽ വിദ്യാർത്ഥികൾക്ക് യാതൊരു അവകാശവുമില്ലെന്നും ഈ താത്കാലിക ഫലം നിയമപരമായി ചോദ്യം ചെയ്യാനാകില്ലെന്നും അറിയിക്കുന്നു. അന്തിമ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭ്യമായ കോളേജുകളെ സമീപിക്കാവൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു.